ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പില്ലോ കവറാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കട്ട് പീസ് വരുന്ന ബാലൻസ് വരുന്ന സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 എണ്ണമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സെയിം മെത്തേഡിലാണ്, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിതിൻ്റെ അളവ് നോക്കാം. 3 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. 5 ഇഞ്ച് നീളത്തിലാണ് ഒരു ഫസ്റ്റ് സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത്. വീണ്ടും വീതി എല്ലാ സ്ട്രിപ്പിനും 3 ഇഞ്ച് തന്നെയാണ്. നെക്സ്റ്റ് സ്ട്രിപ്പ് 10 ഇഞ്ചാണ് നീളം. 10 ഇഞ്ച് നീളമാണ്, 3 ഇഞ്ച് വീതിയാണ് സെക്കൻഡ് സ്ട്രിപ്പിന്. വീണ്ടും നമ്മൾ വീതി എല്ലാ സ്ട്രിപ്പിനും 3 ഇഞ്ച് തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ സ്ട്രിപ്പ് നമ്മൾ വയ്ക്കുന്നത് 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് തന്നെയാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പില്ലോയുടെ നീളം വീതിയും എടുത്തതിന് ശേഷം 2 ഇഞ്ച് എക്സ്ട്രാ ഇടണം. നീളത്തിലും വീതിയിലും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാകും. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രിപ്പ് ഞാൻ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ സ്ട്രിപ്പിനും 3 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. ഇനി നമുക്ക് സെക്കൻഡ് ലൈനിലെ സ്ട്രിപ്പ് കൂടി ജോയിൻ ചെയ്യാം. അത് എല്ലാ സ്ട്രിപ്പും 10 ഇഞ്ചിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലൈനിലെ സ്ട്രിപ്പ് ഫുള്ള് 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം ജോയിൻ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ മൂന്നാമത്തെ ലൈന് സ്റ്റിച്ച് ചെയ്യുന്നത് വീണ്ടും ഫസ്റ്റ് എടുത്ത പോലെ തന്നെ നമ്മൾ 5 ഇഞ്ച് നീളത്തിലൊരു സ്ട്രിപ്പാണ്. സെക്കൻഡ് സ്ട്രിപ്പെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുന്നത് 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ ലൈനാണ് നമ്മൾക്ക് ഇത് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ 5 ഇഞ്ചിൻ്റെ നീളത്തിലെടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. എല്ലാ സ്ട്രിപ്പിനും വീതി 3 ഇഞ്ച് തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ 10 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് കളറ് അത് ഹാഫായിട്ട് ആ സ്ട്രിപ്പിൻ്റെ ഹാഫിൽ അടുത്ത കളറ് ജോയിൻ ആയിട്ട് വരും. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ലൈനും വീണ്ടും അതേപോലെ തന്നെ നമ്മൾ 5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. ഇങ്ങനെയാണിത്. ഒന്നിട വിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്ട്രിപ്പ് തയ്യാറാക്കി വെച്ചിട്ട് നമ്മളിത് ജോയിൻ ചെയ്യണം. നമ്മുടെ പില്ലോ കവറിൻ്റെ അളവെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് വെച്ചിരിക്കുന്നത്. ഫോർത്ത് ലൈനിൽ അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ലൈന് 5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ്, സെക്കൻഡ് ലൈന് ഫുള്ള് 10 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ്, തേർഡ് ലൈന് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് 5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിട വിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്യണം. പക്ഷെ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് സ്ട്രിപ്പെല്ലാം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വലിയ സ്ട്രിപ്പിൻ്റെ നേർപകുതി എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് കളറ് ജോയിൻ ചെയ്യുമ്പം ഇപ്പോൾ പകുതിയായിട്ട് നമുക്ക് അടുത്ത കളറ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ആ വിധത്തിൽ നമുക്ക് കിട്ടും. അതാണ്. അപ്പോൾ നിങ്ങൾ 12 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഹാഫ് 6 എടുത്താൽ മതിയാകും. അങ്ങനെ
നോക്കുമ്പോൾ ഓരോ സ്ട്രിപ്പ് അതിൻ്റെ ഹാഫ് ആയിട്ട് വരുമ്പോൾ ജോയിൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫുള്ള് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമുക്ക് ഒന്ന് കറക്റ്റിനൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ശേഷം നമ്മൾക്കൊന്ന് അയൺ ചെയ്യണം. അപ്പോൾ ഞാൻ അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് വേറെ ഒരു ഇതേ അളവിൽ തന്നെ സെയിം അളവിൽ തന്നെ ഒരു സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം നമ്മളിത് രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഓരോ ലൈനും ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തു കൂടി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരികയും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ ഉൾവശം രണ്ടും കൂടെയാണ് ചേർത്ത് വെക്കുന്നത്. ഈ ബാക്ക് സൈഡ് രണ്ടും കൂടി നല്ല വശം മുകളിലായിട്ടാണ് വരുന്നത്. ഈ രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശം മുകളിലായിട്ടിരിക്കണം. ഉൾവശം രണ്ടും കൂടി ചേർത്ത് വയ്ക്കണം. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. ഇത് ശേഷം നമ്മൾ ഈ ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിലേക്കൂടി തന്നെ ആ ജോയിൻ്റായിട്ട് ആ സ്റ്റിച്ച് വന്നിട്ടുള്ളത് അതിലേക്കൂടി നമുക്ക് ഓരോ പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇത് രണ്ടും കൂടെ ഫിക്സായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഹങ്ങിങ്ങായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ആ ജോയിൻ ചെയ്തിരിക്കുന്ന ആ സ്ട്രിപ്പുകൾ തങ്ങളിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ അങ്ങനെ കൂടി ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിലത്തെ ക്ലോത്തുമായിട്ട് നല്ല ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ശേഷം ബാലൻസ് നമ്മൾക്ക് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട് പീസ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീതി 19 ഇഞ്ചാണ്, വിഡ്ത്ത് നീളം 26 ആണ്, ലെങ്ത് 26 ഇഞ്ചാണ്, വിഡ്ത്ത് 19 ഇഞ്ചാണ്. 19 ഇഞ്ച് വീതിയും 19 ഇഞ്ച് വീതിയിലാണ്, 24 ഇഞ്ച് ഇതിലാണ്. ഇനി നമ്മൾക്ക് ഓവർലാപ്പ് ചെയ്ത് ഇതിൻ്റെ ബാക്കിലും കൂടി നമുക്കിത് ജോയിൻ ചെയ്ത് വെക്കണം. അതിന് ഒരേ വീതിയിൽ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ആ മെയിൻ ഫാബ്രിക്കിൻ്റെ അതേ നീളത്തിൽ തന്നെ നമ്മൾ തുണി എടുത്താൽ മതിയാകും. ശേഷം ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ആ ഓപ്പൺ പോർഷനിൽ വരണം. നമുക്ക് പില്ലോ ഇടാൻ പാകത്തിന് അവിടെയാണ് ഡബിൾ ഫോൾഡ് ചെയ്യേണ്ടുന്നത്. ശേഷം നമ്മളത് 4 സൈഡും ഒന്ന് ജോയിൻ ചെയ്യും. ഇപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തപ്പോൾ അതേ അളവിലാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത്. ഡബിൾ ഫോൾഡ് ചെയ്തപ്പോൾ നമ്മൾക്കൊരു 1.5 ഇഞ്ച് താഴെ നിൽക്കും. ശേഷം ഇനി നമ്മൾക്ക് ഒരു ചെറിയ പീസും കൂടി വേണം. അത് 8 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഡബിൾ ഫോൾഡ് ചെയ്യുന്ന വശം താഴേക്ക് വെക്കണം ചെറിയ പീസിൻ്റെ. ശേഷം 4 സൈഡും എല്ലാം നല്ല വശം ചേർത്ത് വെക്കണം. ഈ 3 പീസും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ചെറിയ പീസും നല്ല വശം ചേർത്താണ് വെക്കുന്നത്. ശേഷം നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ടു. ഇപ്പോൾ നമ്മൾക്ക് പില്ലോയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലുള്ള സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ വീട്ടിലും ഇതേപോലുള്ള കുറച്ച് കട്ട് പീസ് ബാലൻസ് വരും. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിക്ക് പില്ലോ കവർ ഉണ്ടാക്കാം. അപ്പോൾ അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ ശേഷം നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട ഒരു ഊഹം വെച്ച് തയ്ച്ച് പോയാൽ മതിയാകും. 1 ഇഞ്ച് വിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. 4 സൈഡും 1 ഇഞ്ച് വിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക.
അതുകൊണ്ടാണ് എക്സ്ട്രാ 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ചെറിയ പീസ് ജോയിൻ ചെയ്ത ഭാഗമാണ്. അവിടെ നമ്മൾക്ക് അടിയിലുള്ള ആ പീസ് കാണാതിരിക്കാൻ വേണ്ടി അതൊന്നുള്ളിലോട്ടാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ മാത്രം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 2 പ്രാവശ്യം ഞാനൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തുണി, ഇതുപോലുള്ള തുണി ഇല്ലെങ്കിലും വീട്ടിൽ നമ്മൾ കുട്ടികളുടെയും അല്ലെങ്കിൽ നൈറ്റിയോ കൂർത്തി ഷർട്ട് അങ്ങനെയൊക്കെയുള്ള നല്ല ഇത് സൈസ് ചെറുതാകുമ്പോൾ അതെടുത്ത് നമുക്ക് 2 കളറിലും നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാം. അല്പം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പില്ലോ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് വാങ്ങാൻ കിട്ടും, എങ്കിലും നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ എല്ലാ കളറും പില്ലോയ്ക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാ ബെഡ്ഷീറ്റിനും മാച്ച് ആവുകയും ചെയ്യും. ഇപ്പോൾ 2 പില്ലോ ഇങ്ങനെ ഒരേപോലെ ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. മീൻസ് കളർ സെറ്റിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഫുള്ള് കോട്ടൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പില്ലോ ആയതുകൊണ്ട് തന്നെ കോട്ടണാണ് നല്ലത്. ഇപ്പോൾ 1 ഇഞ്ച് 4 സൈഡും വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതേ രീതിയിൽ ഇതേ മെത്തേഡിൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ പില്ലോയാണ്, ഒരു പില്ലോ കവറാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഫുള്ള് കോട്ടണിൽ തന്നെയാണ്, കോട്ടൺ ഫാബ്രിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോഡിയായിട്ടൊക്കെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നല്ല ഡിസൈൻ ചെയ്ത പില്ലോ പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ വീട്ടിലും ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.